നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്നത്തത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയും 1 കപ്പ് ചെറുപയറും എടുക്കുന്നുണ്ട്. നമ്മൾ അരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എടുത്ത അരിയും ചെറുപയറും നന്നായിട്ട് കഴുകിയതിന് ശേഷം മിനിമം 1 മണിക്കൂറങ്ങ് കുതിർത്ത് വെക്കണം. നമ്മൾ കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ 2 കപ്പ് മീഡിയം കട്ടിയിൽ തേങ്ങാപ്പാൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരിയും പയറും ഇട്ട് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. പയർ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്ന വിധത്തിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പയർ ഒട്ടും വെന്ത് കിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് 1 കപ്പ് കട്ടിയായിട്ട് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കഞ്ഞിയായത് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്